അപ്പോൾ നമുക്ക് നാരങ്ങയാണ് പിഴിയാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ഞങ്ങൾ മുളകും കുരുമുളകും ഒക്കെ കൂട്ടി ഉപ്പൊക്കെ കൂട്ടി മസാല തയ്യാറാക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ നാരങ്ങ കിട്ടാത്തിരി വൈകി. അപ്പോൾ ഞങ്ങൾ നാരങ്ങ കിട്ടിയപ്പോഴാണ് ഇപ്പോൾ രണ്ടാമത് ഒഴിക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ. ഇത് കിളിമീനാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കിളിമീൻ എന്ന് പറയും, പുതിയാപ്പിള പറയും, ഇതൊക്കെ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മേടിച്ചോളൂ, കുറച്ച് വയ്ക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ചെയ്യാനാണ്. ഒഴിയുമ്പോഴാണ് നല്ല മഴക്കാരും കാര്യങ്ങളും വന്ന കാരണം ഈ നമ്മുടെ ഫ്രൈ ചെയ്യണത് അകത്തേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പുതിയാപ്പിള അല്ലെങ്കിൽ കിളിമീൻ ഫ്രൈ ആണ് ഞങ്ങളുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം നല്ലോണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചട്ടി വയ്ക്കാം. ചട്ടിയിൽ ഓയിലുണ്ട് കേട്ടോ. നേരത്തെ എടുത്ത കാരണം ഓയിലുണ്ട്. അപ്പോൾ ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീനിടാം കേട്ടോ. വെളിച്ചെണ്ണ കഴിഞ്ഞ് വെളിച്ചെണ്ണ മൊത്തം നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ പുതിയാപ്പിളയെ നമ്മൾ ഇവനെ ഫ്രൈ ചെയ്യാൻ പോകും. നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഞാൻ തീർക്കാം. അപ്പോൾ എളുപ്പമുണ്ട്. അതിനാണ് വലിയ രീതിയിൽ ചെയ്തിട്ടോ. ഇനി അവിടെ കൊണ്ട് മൂക്കട്ടെ. അപ്പോൾ നല്ലോണം മൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ ഉണ്ട്. ഇനി മറിച്ചിടാൻ ചില കഴിയട്ടെ. ശരിക്കും ഉപ്പായിട്ടില്ല. അപ്പോൾ നമുക്ക് മറിച്ചിടാട്ടോ. ഒരു മൂത്തറിൻ്റെ പോകും. നമുക്കൊന്ന് മറിച്ചിട്ട് വെക്കാം. മൂക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ച് വെക്കാം. ഇങ്ങോട്ട് ഞാൻ അപ്പൊ എല്ലാം മറിച്ചിട്ട് കേട്ടോ. അടിപൊളിയായിട്ട് മറിച്ചിട്ടുണ്ട്. ഇനി ആ മറ്റു വർഷം കണ്ട് വേകട്ടെ. അതാണ് വേകട്ടെ. ആവശ്യത്തോടെ മുരിഞ്ഞാലാണ് തിന്നാലെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയാപ്പിള കിളിമീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മേടിക്കുക. ഇതുപോലെ ചെയ്ത് നോക്കുക. കുരുമുളക്, മുളക് പൊടി, അതുപോലെ നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് അല്പം നേരം വച്ചിട്ട് വേണമെങ്കിൽ വറുക്കുക. നല്ല അതുപോലെ ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും പാകത്തിനുള്ള വറുക്കാൻ കിട്ടും. അത് ഞാൻ എൻ്റെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും പറ്റുള്ളൂ. ഞാൻ അതിൽ ഇടയ്ക്ക് വിട്ടുപോയി പറയാൻ. അപ്പോൾ ഞങ്ങളുടെ പുതിയാപ്പിള കിളിമീൻ ഫ്രൈ ശരിയായിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചോറും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോവാണ്. അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. അതായത് നമുക്ക് പുതിയാപ്പിളേനെ ഒന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഒരാളെ ഇപ്പോൾ മറിയിച്ചെടുത്തി വാഴക്ക പൊള്ളിട്ട് മറിച്ചെടുത്തി പൊള്ളട്ടെ മറിച്ചെടുത്തി തിന്നുണ്ട്. ഒരു മറിച്ചെടുത്തി ബാ തുറക്കടി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിച്ചു നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ ഉണ്ടാക്കിയാണ്ടോ നിങ്ങൾക്ക് ടേസ്റ്റ് ആയിട്ട്. ഞാൻ അടിപൊളി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നത് വളർത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരാം.